ഹലോ ഗൈസ്, ഇന്നൊരു തുർക്ക് പത്തിരി റെസിപ്പി ആയാലോ. ഇതെനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് എൻ്റെ ഏമയാട്ടോ. ആ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പൂരിമാവിന് കുഴയ്ക്കുന്ന പോലെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ കഥാപാത്രം മുട്ടയാണ്. മുട്ട ഉപ്പിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് മുട്ട നമുക്ക് ഒഴിക്കാം. ഇനി മുട്ടേനെ നല്ല ചിക്കി എടുക്കണം. ഇങ്ങനെ ചിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ സോളിഡായിട്ട് വരുമ്പോൾ ഇങ്ങനെ നീക്കി കളിക്കാൻ. അപ്പോൾ അതിനെ നന്നായിട്ട് ചിക്കി എടുക്കുക. ഇതിനകത്ത് ഉപ്പ് മാത്രമായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും, അതായത് സവോളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരാവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം കേട്ടോ. കുറച്ച് പെട്ടെന്ന് വഴലും. ഒരുപാട് വഴന്ന് വരണ്ട. നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ആൻഡ് കുറച്ച് ജീരകപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇതേ ഞാനിവിടെ സോസ് ഒഴിക്കാൻ നോക്കുകയാണ്. സോസും കുപ്പി എന്നെ ഒന്ന് ചെറുതായി ചതിച്ചു, പക്ഷേ ഞാൻ കുറച്ച് സോസ് എടുത്തു കേട്ടോ. അതിനകത്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. പിന്നെ സോസും സോയാ സോസും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ചിക്കി വെച്ച മുട്ടയും കൂടെ ആഡ് ചെയ്ത് മുട്ടയ്ക്ക് മസാല പിടിക്കുന്നവരെ നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ മസാലയൊക്കെ പിടിച്ച് കുട്ടപ്പന്മാരായിട്ടുണ്ട്. നമുക്ക് പരത്തി വെച്ച നമ്മൾ കുഴച്ച് വെച്ച മാവ് ഗോതമ്പ് പൊടിയും റവയും വെള്ളവും ഉപ്പും മാത്രം മിക്സ് ചെയ്തിട്ടുള്ള മാവാട്ടോ. അത് നമ്മൾ പൂരിക്ക് അല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല നൈസായി പരത്തിയെടുത്തിട്ട് നമ്മൾ ഫില്ലിങ് അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയാണ് ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. ഇനി ഇതിന് സാരിയൊക്കെ ഞൊറിയുന്ന പോലെ മോമോസിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പം നന്നായി ഞൊറിഞ്ഞെടുത്തിട്ട് മോമോൻ്റെ ഷേപ്പിലാക്കലാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഇത് വലിയൊരു ടാസ്ക്കാണെന്ന് ചോദിച്ചാൽ വലിയ ടാസ്ക് അല്ല കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, പുറത്ത് പൊട്ടി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ ആ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ ഫ്രൈ ചെയ്യലാണ്. അപ്പോൾ അതേ എണ്ണ നല്ലവണ്ണം ചൂടാക്കിയിട്ട് നമ്മളിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചായൻ്റെ കൂടെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഈ തുർക്കിപ്പത്തിരിയും ചിക്കൻ റോളും അങ്ങനത്തെ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കി തരുമായിരുന്നു എൻ്റെ അമ്മയുടെ സിസ്റ്റർ. അതായത് ഞാൻ ഏമാന്നാട്ടോ വിളിക്കുക. അപ്പോൾ ഏമയാണ് ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് ഞാൻ കഴിച്ചത്. ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ച് ഉണ്ടാക്കി നോക്കൂ. എനിക്കില്ലാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ബൈ ഗൈസ്.